ഞങ്ങൾ രണ്ടുപേരും ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി സഫാരി പോവാം. ഷോപ്പിങ്ങിന് മെയിൻ ഉദ്ദേശം ഫ്രിഡ്ജിൽ ചിക്കനും ഫിഷും എല്ലാം കഴിഞ്ഞു. അപ്പം ഫിഷ് വാങ്ങണം. അതാണ് മെയിൻ സഫാരിയിലോട്ട് പോകുന്നത്. ഞങ്ങൾ വീക്കെൻഡ്സ് അല്ല ഷോപ്പിംഗ്. എല്ലാ പ്രാവശ്യവും നമ്മൾ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആണ്. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. അപ്പോൾ മൺഡേ വീക്കെൻഡ്സിൽ പോയി കഴിഞ്ഞാൽ സഫാരി ഭയങ്കര റഷായിരിക്കും. മീനൊന്നും നമുക്ക് ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞാലും മീനൊന്നും ക്ലീൻ ചെയ്ത് കിട്ടത്തില്ല, പോസ്റ്റായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ നോക്കിയിട്ടാണ് ഫിഷ് പർച്ചേസിങ്ങിന് പോകാറ്. അപ്പോൾ എല്ലാ മീനും അവർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡിലേ ആയിരിക്കും. 45 to 1 hour മിനിമം. അവർ 30 മിനിറ്റ്സ് വരെയും പറ്റും. 45 to 1 hour മിനിമം. അതാ പ്രശ്നം. അപ്പം നാട്ടിലെ ചാനൽസൊക്കെ വെച്ച് വാർത്ത കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ എന്തൊക്കെ പോകുമ്പോൾ വന്നു. അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ നമ്മൾ സേഫാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ആൾക്കാർ ആവശ്യമില്ലാത്ത പുറത്തിറങ്ങുന്നത്. ഇപ്പം നമ്മൾ ആവശ്യം ഉണ്ടായിട്ടാണല്ലോ സാധനം. ആവശ്യമുള്ളവർക്ക് പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പം ഞങ്ങൾ ഷോപ്പിങ് മെയിൻ ഫ്രൂട്ട്സും എല്ലാം കഴിഞ്ഞു. ഞാൻ നോയമ്പെടുക്കുന്നുണ്ട്. സോ ഫ്രൂട്ട്സും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം പർച്ചേസ് ചെയ്യണം. ഫ്രൂട്ട്സ് മാത്രമല്ല, ഫ്രൂട്ട്സ് ഇല്ല, വെജിറ്റബിൾസ് ഇല്ല, ഫിഷ് മെയിനായിട്ട് മേടിക്കണം. അതാണ് നമ്മൾ സഫാരിയിൽ പോകുന്നത്. സഫാരിയിലാണ് നല്ല ഫിഷ് കിട്ടുന്നത്. മറ്റുള്ള സ്ഥലത്ത് മോശം എന്നല്ല പറഞ്ഞത്. കാണാൻ നല്ല ഭംഗി. കാണാൻ കുറച്ചുകൂടെ ലുലുവിനെക്കാൾ കുറച്ചുകൂടെ ഏരിയാസ്, ലുലു നെസ്റ്റോനെക്കാട്ടും കൂടുതൽ ഏരിയ ഫിഷിന് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇവിടെ തോന്നണം. അത് കാണുമ്പോൾ മിനുവിന്റെ വിചാരം ഏറ്റവും നല്ല ഇവിടെ വെച്ചാൽ കുറേ ഉണ്ട്. ഒത്തിരി വെറൈറ്റി ഫിഷസ് വെക്കും ചില സമയത്ത്. ഇപ്പോൾ സഫാരിയുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തി. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. മീൻസ് കുറേ ആൾക്കാർ ഇറങ്ങി പോകുന്നു. ഇനി അതിനകത്ത് കയറുമ്പോൾ അറിയാം. ചിലപ്പോൾ സഫാരിക്ക് നല്ല തിരക്കായിരിക്കും. അല്ല, ഇത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. കഴുത്തിലെന്താ ഡ്രൈ ലെമണോ? നമ്മൾ മന്തിയിലേക്ക് ഇടുന്ന ലെമൺ ഉണ്ടല്ലോ കറുത്തിട്ട്, അതുപോലെ ഉണ്ടല്ലോ. കൊള്ളത്തില്ലേ? ഞാൻ ഇപ്പോഴും ശരിക്കും ശ്രദ്ധിച്ചത്. ഒരു വെറൈറ്റി ഇല്ല സംഭവം. സംഭവം വെറൈറ്റിയാണ്. ഞാൻ ടിമ്പൂന്ന് ഓർഡർ ചെയ്താ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ലല്ലേ? എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെടും. ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. വേറെ പല മോഡലിൽ. ഓരോ ദിവസം കാണാം. ആദ്യം ഫിഷിൽ പോവാം. അന്നല്ല ഫിഷ് ടൈമിൽ കിട്ടുള്ളൂ. പിന്നെന്താ ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഐസ്ക്രീം ലവറാണ്. പക്ഷേ ലവറല്ല, ബട്ട് എനിക്കിത് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ വാങ്ങിച്ചതാണ്. അത് ഞാൻ മിനുവിനോടുള്ള ഹാഫ് എന്തായാലും മിനു കഴിക്കണം. കാണിച്ചിട്ട് സൈഡൊക്കെ നട്ട്സാന്ന് തോന്നുന്നു കേട്ടോ. കഴിക്കട്ടെ. എങ്ങനെയുണ്ട് വിനു? കേക്ക് പോലല്ലേ? 4 ദിർഹംസിന് നഷ്ടമില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ട് പോകാം. എന്ന് വെച്ചാൽ നമ്മൾ ടാക്സി എടുത്തിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും മെൽറ്റായി. ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഇതോടെ കഴിക്കാൻ പറ്റുള്ളൂ. നടന്നു പോകുമ്പോൾ പിന്നെ ഇത് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ടാക്സിക്കാണ് പോകുന്നത്. ഇങ്ങോട്ട് നടന്നു പോകും. അങ്ങോട്ടും ടാക്സിയോ സാധനമുണ്ട്. അപ്പോൾ അത്രയും തൂക്കി വീട്ടിൽ അവിടെ വരെ പോകും. അപ്പം പകുതി തിന്നാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചാലേ വാങ്ങിച്ചത്. നോർമലി എല്ലാവരും നോയമ്പെടുക്കും മെലിയ ചെയ്യുന്നത്. പക്ഷെ നോയമ്പെടുക്കും വണ്ണം വെക്കുന്നവരാണ് ഞാൻ. കാരണം നോയമ്പായതുകൊണ്ട് നോയമ്പ് കഴിഞ്ഞ് ഈവനിങ് ഞാനും ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ഡെസേർട്ട് മധുരം കഴിക്കും ഞാൻ നന്നായിട്ട്. അല്ലാത്തപ്പോൾ നോർമൽ ആയിട്ട് ഞാൻ കഴിക്കാത്ത ഒരാളാണ്. പക്ഷേ നോയമ്പായതുകൊണ്ട് നമ്മൾ അത്രയും നേരം ഫാസ്റ്റിംഗ് ആണ്. സോ അപ്പം ഞാൻ കഴിക്കും. വിനു കണ്ടോ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിന് ക്ഷീണിച്ചു. ഞാൻ വണ്ണം വെച്ച് വിനു തോന്നുന്നു ഞാൻ വണ്ണം വെച്ചു. ഞാൻ
വണ്ണം ഇല്ല വണ്ണമായിട്ട് തോന്നുന്നത് ഞാൻ വെയിറ്റ് നോക്കിയിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. ഇത് ബോൺ വെയിറ്റ് ഉണ്ടാവും. നോക്കാം, പിന്നെ ബാക്കി ദിവസങ്ങളും ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പോവാണ്. ഫിഷ് വാങ്ങിച്ചു, ചിക്കൻ വാങ്ങിച്ചു, എഗ്ഗ് വാങ്ങിച്ചു, ഫ്രൂട്ട്സ് വാങ്ങിച്ചു, പിന്നെ ഗോതമ്പ് പൊടി, അരിപ്പൊടി, റവ, ഇത്ര സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു. പിന്നെ വൈറ്റ് ചന വാങ്ങിച്ചു, രാജ്മ വാങ്ങിച്ചു, വെജിറ്റബിൾ അങ്ങനെ വാങ്ങിച്ചില്ല. ശരിക്കും ഇവിടെ സഫാരി വെജിറ്റബിൾ സെക്ഷനിലാന്ന് തോന്നുന്നു. ഭയങ്കര വില. പൊട്ടറ്റ് 2 തരംസ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പൊട്ടറ്റോ വാങ്ങിച്ചപ്പോൾ 2 തരംസ്. ഇന്ന് നമുക്ക് 7 ശരിക്കും മിസ്സയിൽ വീണത് ഇതിൻ്റെ മണ്ടയ്ക്കാന്ന് തോന്നുന്നു. സോ അവർ നല്ല വെജിറ്റബിൾസിന് വില കൊടുത്തിട്ടുണ്ട്, ഫിഷിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സാധനമൊക്കെ വാങ്ങിച്ചു. ഇനി അങ്ങോട്ട് പോവുകയാണ്. വലിയ തിരക്കൊന്നുമില്ല. നോർമൽ സഫാരിക്കകത്ത് ഇങ്ങനെ നമുക്ക് ഇത്ര ഇതായിട്ട് നടക്കാൻ പറ്റില്ല. നല്ല കഷ്ടമാണ്. കുഴപ്പമൊന്നുമില്ല, ഫ്രീയാണ്. ഇനി സമയം ഇതായതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പോയി വാങ്ങിക്കാൻ തോന്നി. ഇല്ല കുഴപ്പമില്ല, അങ്ങനെ വിലയൊന്നും അങ്ങനെ വ്യത്യാസം വരില്ലെന്ന് പറഞ്ഞ് മഹാനം എന്നെ ചതിച്ചതാ ഇയാള്. ഒരു വ്യത്യാസം ഇല്ലായിരുന്നല്ലോ. വീണ്ടും സെക്ഷനിലും എന്തൊരു വില കൂട്ടിയൊരു ഇല്ല വിലയാണ്. ഈ വിനു എന്നോട് പറഞ്ഞു ഇല്ലില്ല നാട്ടിലെ പോലെയല്ല, വിലയൊന്നും അങ്ങനെ കൂട്ടത്തൊന്നുമില്ല, ഇതാന്നൊക്കെ പറഞ്ഞു. എന്നെ പറഞ്ഞു. ഞാനതൊന്നും വിശ്വസിച്ചുകൊണ്ടിരുന്നു. ഒന്നും അറിയത്തില്ല. എനിക്ക് അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ് കൂട്ടുമെന്ന്. അപ്പോൾ വിനു പറഞ്ഞു ഇല്ലില്ല നാട്ടിലെ പോലെ അങ്ങനെ അത് സമ്മതിക്കുന്നു. പക്ഷെ അവരെല്ലാത്തിനും വില കൂട്ടി. വിലയില്ലാതെ കിടന്ന സാധനത്തിന് വരെ ഞാൻ നോക്കിയിട്ടും വില. പാലിനൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. പാല്, തൈര് അതൊക്കെ നോർമൽ. വെജിറ്റബിൾസിനാണ് ടാക്സി. ഇതെടുത്ത് ഫ്രിഡ്ജ് വെക്കുന്നു, ഒന്ന് കുളിക്കുന്നു, കിടക്കുന്നു. ഇടയ്ക്കിട്ട് സൗണ്ട്. അത് ട്രോളി ഇങ്ങനെ ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ പോയേൻ്റെ ടാക്സി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ബൈ പറഞ്ഞു. ഇടയ്ക്കിട്ട് സൗണ്ട്. അത് ട്രോളി ഇങ്ങനെ ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ പോയേൻ്റെ ടാക്സി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ബൈ പറഞ്ഞു.